ഫ്രണ്ട്സ്, നമ്മളിന്നോട് പഠിക്കാൻ പോകുന്ന ഒരു കെമിസ്ട്രി ഒരു കൊച്ചു ടോപ്പിക്കാണ്. ചെറുതാണെങ്കിലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മളോട് പഠിക്കാൻ പോകുന്നത് എലമെന്റ്സ്, മെറ്റൽസ്, മെറ്റലോൺസ്, ഇതിനെല്ലാത്തിനും ഡിസ്കവറീസ്, ഇൻവെൻഷൻസ്, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സ്, എർത്ത് ക്രസ്റ്റ്, അറ്റ്മോസ്ഫിയർ, ഹ്യൂമൻ ബോഡി ആൻഡ് സീ വാട്ടർ, ഇതിനെല്ലാത്തിലും ഓരോ എലമെന്റ്സ്, മെറ്റലോൺസ് ആൻഡ് കോമ്പൗണ്ട്സ് അത് എത്രമാത്രം അളവിലാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദ മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ദ മോസ്റ്റ് ടോപ്പിക്കാണ് ദ മോസ്റ്റ് അബണ്ടന്റ്. നമുക്കറിയാം കെമിസ്ട്രിയിൽ എത്രമാത്രം മൂലകങ്ങൾ, ലോഹങ്ങൾ, ലോഹ സംയുക്തങ്ങൾ എന്തെല്ലാം ഉണ്ടെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ എർത്ത് ക്രസ്റ്റ്, ഭൂമിയുടെ ഉപരിതലത്തിൽ, അന്തരീക്ഷത്തിൽ, അതിനെല്ലാത്തിനും അളവൊന്ന് നമുക്ക് ചെക്ക് ചെയ്താലോ. സോ ദ മെയിൻ ടോപ്പിക് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. ഭൂമിയുടെ ഉപരിതലത്തിൽ എന്തെല്ലാം? ദ ഫസ്റ്റ് വൺ ഈസ് ഓക്സിജൻ. ഓക്സിജൻ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഓക്സിജൻ 46.6% നിലനിൽക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സിലിക്കൺ. സിലിക്കൺ 27.7%. ഓക്കെ, ഓക്സിജൻ ആണ് ദ ഫസ്റ്റ് ആയി നിൽക്കുന്നത്. രണ്ടാമത് സിലിക്കൺ 27.7%. മൂന്നാമതായി കാണപ്പെടുന്ന എർത്ത് ക്രസ്റ്റിൽ മൂന്നാമതായി കാണപ്പെടുന്നതാണ് അലുമിനിയം 8.3%. സോ എർത്ത് ക്രസ്റ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതാണ് ഓക്സിജൻ 46.6%, സിലിക്കൺ 27.7% ആൻഡ് അലുമിനിയം. തേർഡ് വൺ ഈസ് അലുമിനിയം 8.3%. ഇതെങ്ങനെ നമുക്ക് പഠിക്കാം? ഓക്സിജൻ X6 എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ലേ? ഓക്സിജൻ 6 അതിന് ഉത്തരത്തിൽ 46.6. ഓക്സിജൻ 46.6%. ഓക്കെ, സിലിക്കൺ S47 എന്നെങ്കിലും ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ സിലിക്കൺ 27.7%, 27.7%. സിലിക്കൺ 27.7%. ആൻഡ് ദി തേർഡ് വൺ ഈസ് അലുമിനിയം. അത് പഠിക്കാൻ പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ട, 8.3% എന്ന് ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിൽ എന്തെല്ലാം? ഫസ്റ്റ് വൺ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നൈട്രജൻ 78%. നൈട്രജൻ 78%. രണ്ടാമതായി കാണപ്പെടുന്നതാണ് ഓക്സിജൻ 21%. ഓക്കെ, ഓക്സിജൻ 21% അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. ആൻഡ് ദി തേർഡ് വൺ ഈസ് ആർഗൺ 0.9%. ആർഗൺ 0.9%. അപ്പോൾ ഇവിടെ എന്ത് നമ്മൾ നോക്കി? എർത്ത് ക്രസ്റ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജൻ 46.6%. രണ്ടാമത് സിലിക്കൺ 27.7%. തേർഡ് വൺ അലുമിനിയം 8.3%. അങ്ങനെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് നൈട്രജൻ 78%, ഓക്സിജൻ 21% ആൻഡ് ആർഗൺ 0.9%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ മോസ്റ്റ് അബണ്ടന്റ് ടോപ്പിക്കിനറിയാലോ. ദ മോസ്റ്റ് അബണ്ടന്റ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഘടകം ഏതാണ്? നൈട്രജൻ. നമ്മൾ കുറച്ച് മുമ്പ് നോക്കി, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നൈട്രജൻ. അങ്ങനെയാണെങ്കിൽ രണ്ടാമതായി കാണപ്പെടുന്നതോ ഓക്സിജൻ. ഓക്കെ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഘടകമാണ് നൈട്രജൻ. സെക്കൻഡ് വൺ ഈസ് ഓക്സിജൻ. അങ്ങനെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്, ഇത് ഭൂമിയുടെ മാത്രം അന്തരീക്ഷം, ഇത് യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഘടകമാണ് ഹൈഡ്രജൻ. സെക്കൻഡ് വൺ ഈസ് ഹീലിയം. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഹൈഡ്രജനും രണ്ടാമതായി കാണപ്പെടുന്നത് ഹീലിയവുമാണ്. അങ്ങനെയാണെങ്കിൽ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഘടകമാണ് ഓക്സിജൻ. അത് എത്ര ശതമാനം? ഓക്സിജൻ 46.6%. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സിലിക്കൺ. കുറച്ച് മുമ്പ് നമ്മൾ നോക്കിയല്ലേ ഉള്ളൂ. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതാണ് ഓക്സിജൻ, ദെൻ സിലിക്കൺ. ഓക്കെ, അപ്പോൾ ഓക്സിജനും സെക്കൻഡ് വൺ ഈസ് സിലിക്കൺ. അല്ലെങ്കിൽ സിലിക്കൻ്റെ പെർസെൻറ്റേജ് ഒന്ന് പറയാൻ പറ്റുമോ? 27.7%.
എസ് ഫോർ 7. ഓർക്കുന്നില്ലേ? ഇനി അടുത്തതായി എർത്ത് ക്രസ്റ്റ്, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം എന്താണെന്ന് ചോദിച്ചാൽ അലുമിനിയം. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം. എർത്ത് ക്രസ്റ്റ് ഒരു ഫാമിലി ആയിട്ട് നോക്കാം. ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പാത്രങ്ങൾ അലുമിനിയത്തിൻ്റെതല്ലേ. സോ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഗ്യാസ് നൈട്രജൻ. ഓക്കെ. ആൻഡ് ദി മെറ്റലോയിഡ്, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മെറ്റലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ സിലിക്കൺ. മെറ്റലോയിഡ് ഇൻ എർത്ത് ക്രസ്റ്റ് ഈസ് സിലിക്കൺ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഭൂമി 4/3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടത്, പ്രത്യേകിച്ച് കടൽ. അങ്ങനെ കടലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ക്ലോറിൻ. നമുക്ക് ഒത്തിരി പരിചയമുള്ള വേർഡാണല്ലേ ക്ലോറിൻ. ഉപ്പുവെള്ളം, സീ വാട്ടറിൽ ഏറ്റവും കൂടുതലായി പാടുന്ന ഘടകമാണ് ക്ലോറിൻ. ദെൻ ഹ്യൂമൻ ബോഡീനെ പറ്റി നമുക്ക് നോക്കാം. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഘടകമാണ് ഓക്സിജൻ. നമുക്കറിയാം ഓക്സിജൻ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല അല്ലേ. സോ ഓക്സിജനാണ് ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഘടകം. നമുക്കറിയാം ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരം എന്തുകൊണ്ട് സൃഷ്ടിച്ചതാ? സ്കെലിറ്റൻ, ബോൺസ്, എല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണല്ലേ ഹ്യൂമൻ ബോഡി. അങ്ങനെയാണെങ്കിൽ എല്ലുകളിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യം. നമുക്ക് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ബോൺസ് എന്തുകൊണ്ടാണ്? കാൽസ്യം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാലും അപ്പോൾ കാൽസ്യം. ഓക്കെ. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജനും. ബോൺസിലും ഹ്യൂമൻ ബോഡിയിലും കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യവുമാണ് ഉത്തരം. അങ്ങനെ ബോൺസിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മെറ്റൽ കോമ്പൗണ്ട്, ലോഹ സംയുക്തങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്കറിയാം കാൽസ്യം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് കൂടി ചേർന്ന കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ബോൺസ്, എല്ലുകളിൽ കൂടുതലായി കാണപ്പെടുന്ന മെറ്റൽ കോമ്പൗണ്ട്, ലോഹ സംയുക്തം. സോ മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ കോമ്പൗണ്ട് ഇൻ ബോൺസ് ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫൈറ്റ്. ഓക്കെ. അങ്ങനെ എർത്ത് സർഫസ്, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സംയുക്തം ഏതാണോ? വെള്ളം. നമുക്കറിയാലേ 4/3 ഭാഗവും കടലാൽ, വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ ഭൂമി. അങ്ങനെയാണെങ്കിൽ എർത്ത് ക്രസ്റ്റ്, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ വാട്ടർ. വാട്ടർ H2O. കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താ? ഒന്നോ ഒന്നിലധികമോ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, അങ്ങനെ ഒത്തിരി എലമെൻറ്റുകളിൽ അതൊക്കെ കൂടിച്ചേരുന്ന ഒരു വസ്തുവിനെയാണ് സംയുക്തം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എർത്ത് സർഫസിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോമ്പൗണ്ടാണ്, സംയുക്തമാണ് വാട്ടർ. സെക്കൻഡ് വൺ ഈസ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഫസ്റ്റ് കാണപ്പെടുന്നത് വാട്ടറും സെക്കൻഡ് വൺ ഈസ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ. സീ വാട്ടർ നമ്മളിപ്പോൾ പഠിച്ചു വെള്ളമാണെന്ന്. സീ വാട്ടറാണ്. സീ വാട്ടറിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ സോഡിയം ക്ലോറൈഡ്, NaCl. സോഡിയം ക്ലോറൈഡ്. ഉപ്പുവെള്ളം, കടലത്തെ വെള്ളത്തിന് എന്താ ടേസ്റ്റ്? ഉപ്പ്. സോ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോമ്പൗണ്ടാണ് സോഡിയം ക്ലോറൈഡ്, NaCl. രണ്ടാമതായി കാണപ്പെടുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ്. സെക്കൻഡ് വൺ ഈസ് മെഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമ്മൾ നോക്കി? ഹ്യൂമൻ ബോഡീനെ പറ്റിയാണ് മെയിനായിട്ട് നോക്കിയത്. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഘടകമാണ് ഓക്സിജൻ. ഹ്യൂമൻ ബോഡി മെയ്ഡപ്പ് ഓഫ് സ്കെലിറ്റൻ, എല്ലുകളാൽ നിർമ്മിച്ചതാണ് മനുഷ്യ ശരീരം. അപ്പം എല്ലുകൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാൽസ്യം, അറിയാവുന്ന കാര്യം. എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയിലും ബോൺസിലും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കാൽസ്യം. അങ്ങനെയാണെങ്കിൽ എല്ലുകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മെറ്റൽ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫൈറ്റ്. കാൽസ്യം പ്ലസ് ഫോസ്ഫൈറ്റ്, കാൽസ്യം ഫോസ്ഫൈറ്റ്. കാൽസ്യം എന്ന് പറഞ്ഞ ഒരു മൂലകവും ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞതും തമ്മിൽ കൂടിച്ചേർന്നതാണ് കോമ്പൗണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നോ ഒന്നിലധികമോ
സോ കോമ്പൗണ്ട്. അങ്ങനെ മെറ്റൽ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫൈറ്റ്. ഇനി എർത്ത് സർഫസിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോമ്പൗണ്ടാണ് വെള്ളം, H2O, വാട്ടർ. സെക്കൻഡ് വൺ ഈസ് മഗ്നീഷ്യം ഓക്സൈഡ്. അതുപോലെ കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സോഡിയം ക്ലോറൈഡ്, NaCl. സെക്കൻഡ് വൺ ഈസ് മഗ്നീഷ്യം ക്ലോറൈഡ്. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നതാണ് ഡിസ്കവറീസ്. അതിനു മുന്നേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഡിസ്കവറീസും ഇൻവെൻഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഡിസ്കവറീസ് എന്ന് വെച്ചാൽ എന്താ? ഈ പ്രപഞ്ചത്തിൽ ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു വസ്തു അവിടെ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുപിടിക്കുന്നു. ഫോർ എക്സാമ്പിൾ, പുതിയ ഇനം പാമ്പ്, പൂക്കൾ, ബാക്ടീരിയ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കവറീസ് എന്നുള്ള കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻവെൻഷൻ വെച്ചാൽ എന്താ? ഇൻവെൻഷൻ വെച്ചാൽ മനുഷ്യനിർമ്മിതം. മനുഷ്യൻ്റെ പ്രവൃത്തിയെ ഈസിയാക്കാനായിട്ട് മനുഷ്യൻ നിർമ്മിച്ചത് എന്തോ അതാണ് ഇൻവെൻഷൻസ്. ഫോർ എക്സാമ്പിൾ, ട്രെയിൻ, AC, ഫ്രിഡ്ജ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന, അതെല്ലാം ഇൻവെൻഷൻസിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഡിസ്കവറീസ് എന്ന് വെച്ചാൽ പുതിയ ഇനം ഓൾറെഡി ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്ത വസ്തുക്കൾ, പുതിയ ഇനം പൂക്കൾ, ബാക്ടീരിയ, ഫ്രോഗ്, സ്നേക്ക്, ഇതൊക്കെയാണ് ഡിസ്കവറീസും. ഇൻവെൻഷൻസ് എന്ന് വെച്ചാൽ AC, ഫ്രിഡ്ജ്, മിക്സി. സോ അപ്പോൾ ഡിസ്കവറീസും ഇൻവെൻഷൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ കെമിസ്ട്രിയിൽ എന്തെല്ലാം ഡിസ്കവറീസൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഓക്സിജൻ കണ്ടുപിടിച്ചതാണ് ജോസഫ് പ്രീസ്ലി. അറ്റ്ലീസ്റ്റ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ഒരു പ്രീസ്റ്റ് ആണെന്നെങ്കിലും ഓർത്തിരിക്കണം. ഒരു വൈദികനാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ഓക്സിജൻ കണ്ടുപിടിച്ചത് ഒരു വൈദികൻ, പ്രീസ്റ്റ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. രണ്ടാമത്തത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഫോർ എക്സാമ്പിൾ, ഇതൊക്കെ ഓർത്തിരിക്കണമെങ്കിൽ കുറച്ച് പാടാല്. ഹൈഡ്രജൻ, H4H, ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ ടച്ചും ഹെൻറിയിൽ ടച്ചുമെങ്കിലും ഓർത്തിരിക്കാം. ഹൈഡ്രജൻ ഫോർ ഹെൻറി കാവൻഡിഷ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ഒരു പുരോഹിതനാണെന്നും H4H, അങ്ങനെ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണെന്നെങ്കിലും ഓർത്തിരിക്കാം. സെലിനിയം, സിലിക്കോൺ, തോറിയം, ഈ 3 ഐറ്റംസ് കണ്ടുപിടിച്ചതാണ് ബെർസീലിയൻസ്. സെലിനിയം, സിലിക്കോൺ, തോറിയം കണ്ടുപിടിച്ചത് ബെർസീലിയസ്. ഓക്കെ, the next 3 one is ക്രിപ്റ്റോൺ, നിയോൺ, സെനോൺ കണ്ടുപിടിച്ചതാണ് വില്യം റാംസേ. ക്രിപ്റ്റോൺ, നിയോൺ, സെനോൺ കണ്ടുപിടിച്ചതാണ് വില്യം റാംസേ. അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ചത് പുരോഹിതനാണെന്നും ഹെൻറി ബൈ ഹൈഡ്രജൻ. സെലനിയം, സിലിക്കോൺ, തോറിയം കണ്ടുപിടിച്ചത് ബെർസീലിയസ്. ക്രിപ്റ്റോൺ, നിയോൺ, സെനോൺ കണ്ടുപിടിച്ചത് വില്യം റാംസേ ആണെന്ന് മനസ്സിലായി.